ഫ്രണ്ട്സ്, ഇതുപോലത്തെ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഏതെങ്കിലും ടാഗ് എടുക്കുക, ഈ രണ്ട് കളേഴ്സ് അതിലടിക്കുക. പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മളതിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള അത്ര കളർ ഫ്ലവേഴ്സ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഞാൻ പല കളർ ഫ്ലവേഴ്സ് ഇതിൽ വരയ്ക്കുന്നുണ്ട്. ആദ്യം ഞാൻ വൈറ്റിൽ നിന്നാണ് തുടങ്ങിയത്, പിന്നെ റെഡ് കളർ ഫ്ലവേഴ്സ് അടിച്ചു, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് വരച്ചത്, പിന്നെ വയലറ്റ് കളർ ഫ്ലവേഴ്സ് വരച്ചു. അങ്ങനെ ഈ യെല്ലോ പോർഷൻ മൊത്തം നമുക്ക് ഫ്ലവേഴ്സ് കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ ഇഷ്ടമുള്ള അത്രയും കളർ ഫ്ലവേഴ്സ് നമുക്കിവിടെ ചെയ്യാം. ഫ്ലവേഴ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ വരച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ഗ്രീൻ കളർ കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാ ചെടിക്കും എല്ലാ ഫ്ലവറിനും കറക്റ്റായിട്ടുള്ള സ്റ്റെം ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓവർലാപ്പ് ചെയ്യാതെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാം വരച്ചതിന് ശേഷം അടുത്ത് ലൈറ്റ് ഗ്രീൻ കളർ കൊണ്ട് ലീവ്സ് വരച്ചു കൊടുക്കും. ഒരു ഇതിൽ 2 ലീഫ് മാത്രമേ ഞാൻ വരച്ചുള്ളൂ. അങ്ങനെ എല്ലാത്തിനും ലീവ്സ് വരച്ചു കൊടുത്തു. അവസാനമായിട്ട് നമ്മുടെ 3D ഔട്ട്ലൈനർ കൊണ്ട്, അതിൻ്റെ ഗോൾഡൻ ഷെയ്ഡ് കൊണ്ട് നമ്മൾ എല്ലാ ഫ്ലവേഴ്സിലും ഇങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിലും ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഔട്ട്ലൈനർ കൊണ്ട് നമ്മൾ ഡോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങിയിട്ട് ഒരു വൈറ്റ് കളർ ത്രെഡ് വെച്ച് ഒരു ടൈയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. ബൈ.